എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ +1 ഹയർ സെക്കൻഡറി, വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സെക്കൻഡ് അലോട്ട്മെൻറ്റ് പ്രകാരമുള്ള അഡ്മിഷൻ ഇന്ന് അവസാനിക്കും. അപ്പോൾ ഇന്ന് എന്ന് പറയുമ്പോൾ ജൂൺ 11-ാം തീയതി വൈകുന്നേരം 4 മണി വരെയാണ് വിദ്യാർത്ഥികൾക്ക് വൊക്കേഷണൽ ഹയർ സെക്കൻഡറിയുടെ അഡ്മിഷൻ. അതുപോലെ ഹയർ സെക്കൻഡറിയുടേതാണെങ്കിൽ വിദ്യാർത്ഥികൾക്ക് ഇന്ന് വൈകുന്നേരം 5 മണി വരെയാണ് അഡ്മിഷൻ ഉണ്ടായിരിക്കുക. അപ്പോൾ അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾ അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുണ്ടെങ്കിൽ അഡ്മിഷൻ നേടേണ്ടതാണ്. അപ്പോൾ ഒരു വിദ്യാർത്ഥി ചോദിച്ചതായിരുന്നു സോറി യു ഹാവ് നോ അലോട്ട്മെൻറ്റ്, അതുപോലെ കൺഗ്രാജുലേഷൻ യു ഹാവ് ഗോട്ട് അലോട്ട്മെൻറ്റ്, നോ ചേഞ്ചസ് ഇൻ യുവർ അലോട്ടഡ് ഓപ്ഷൻ, അതുപോലെ തന്നെ കൺഗ്രാജുലേഷൻ യു ഹാവ് ഗോട്ട് അലോട്ടഡ് ഇൻ ഹയർ ഓപ്ഷൻ എന്നിങ്ങനെ പറഞ്ഞുകൊണ്ട് കാണുന്നത് എന്താണ്, അതേക്കുറിച്ച് ഒരു വീഡിയോ തയ്യാറാക്കാമോ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് ഈ ഒരു വീഡിയോ തയ്യാറാക്കിയിട്ടുള്ളത്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് നിങ്ങളുടെ അലോട്ട്മെൻറ്റ് പരിശോധിക്കുന്ന സമയത്ത് ഇതുപോലെയാണ് നിങ്ങൾക്ക് ഇതിലേതെങ്കിലും ഒന്നായിരിക്കും നിങ്ങൾക്ക് കാണാനായിട്ട് സാധിച്ചിട്ടുണ്ടാവുക. അപ്പോൾ ഇത് എന്താണ് എന്നുള്ള കാര്യവും ഈ ഒരു രീതിയിൽ അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുണ്ടെങ്കിൽ ആരൊക്കെയാണ് പോയിട്ട് അഡ്മിഷൻ നേടേണ്ടത് എന്നുള്ളതുമാണ് ഈ ഒരു വീഡിയോയിൽ. അപ്പോൾ വിദ്യാർത്ഥികൾ നിങ്ങൾ കാൻഡിഡേറ്റ് ലോഗിൻ ചെയ്ത ശേഷം, അതായത് നിങ്ങളുടെ ആപ്ലിക്കേഷൻ നമ്പറും പാസ്വേഡും ജില്ലയും നൽകി ലോഗിൻ ചെയ്ത ശേഷം നിങ്ങളുടെ പ്രൊഫൈൽ പേജ് നോക്കുന്ന സമയത്ത് ഇതുപോലെയാണ് കാണാനായിട്ട് സാധിക്കുക. അപ്പോൾ ഇതുപോലെ കാണാനായിട്ട് സാധിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഒരു പ്രധാനപ്പെട്ട ഒരു സംശയമായിരിക്കും, ഇത് ആർക്കൊക്കെയാണ്, എന്തിനാണ് ഈ ഒരു രീതിയിൽ സ്റ്റാറ്റസ് ഓഫ് അലോട്ട്മെൻറ്റ് കാണിക്കുന്നത്, അതുപോലെ സ്റ്റാറ്റസ് ഓഫ് അലോട്ട്മെൻറ്റ് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എങ്ങനെയാണ് നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത് മനസ്സിലാക്കുക എന്നുള്ളത് ആണ് ഈ ഒരു വീഡിയോയിൽ. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു അലോട്ട്മെൻറ്റ് പരിശോധിക്കുന്ന സമയത്ത് സോറി യു ഹാവ് നോ അലോട്ട്മെൻറ്റ് എന്നാണ് കാണുന്നതെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും, അതായത് ഇതുവരെയായിട്ട് നിങ്ങൾക്കൊരു അലോട്ട്മെൻറ്റും കിട്ടിയിട്ടില്ല എന്ന് മനസ്സിലാക്കാം. അപ്പോൾ ഇത് സെക്കൻഡ് അലോട്ട്മെൻറ്റ് റിസൾട്ട് ആയതുകൊണ്ടാണ് സെക്കൻഡ് അലോട്ട് റിസൾട്ട് എന്നുള്ള ഒരു ലിങ്ക് ഇവിടെ നൽകിയിട്ടുള്ളത്. ഇനി അതുപോലെ തന്നെ അടുത്തതായിട്ടുള്ളത് ഇവിടെ സ്റ്റാറ്റസ് ഓഫ് അലോട്ട്മെൻറ്റ് എന്ന് പറഞ്ഞുകൊണ്ട് കാണാൻ പറ്റും. കൺഗ്രാജുലേഷൻസ് യു ഹാവ് ഗോട്ട് അലോട്ട്മെൻറ്റ് എന്ന് പറഞ്ഞുകൊണ്ടാണ് കാണുന്നതെങ്കിൽ നിങ്ങൾക്ക് കൺഗ്രാജുലേഷൻസ് യു ഹാവ് ഗോട്ട് അലോട്ട്മെൻറ്റ് എന്നാണ് കാണുന്നതെങ്കിൽ നിങ്ങൾക്ക് ഇതുവരെ അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടില്ലെങ്കിലും ഇപ്പോൾ ആ ഒരു അലോട്ട്മെൻറ്റിൽ ആദ്യമായിട്ട് അലോട്ട്മെൻറ്റ് കിട്ടി എന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റുന്നതാണ്. ഇനിയിപ്പോൾ നോ ചേഞ്ച് ഇൻ യുവർ അലോട്ടഡ് ഓപ്ഷൻ എന്നാണ് കാണുന്നതെങ്കിൽ, അത് നോ ചേഞ്ച് ഇൻ യുവർ അലോട്ടഡ് ഓപ്ഷൻ എന്നാണെങ്കിൽ ആ ഒരു വിദ്യാർത്ഥിക്ക് ആ ഒരു പ്രസിദ്ധീകരിച്ച അലോട്ട്മെൻറ്റിന് മുമ്പായിട്ട്, അതായത് ഇവിടെ ഇപ്പോൾ സെക്കൻഡ് അലോട്ട്മെൻറ്റ് ആയതുകൊണ്ട് തന്നെ ഇവിടെ ആ ഒരു വിദ്യാർത്ഥിക്ക് ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുണ്ട് എന്ന് മനസ്സിലാക്കാം. ഇപ്പോൾ ഒരു ഉദാഹരണത്തിന് ഞാനിപ്പോൾ 5 ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ടായിരുന്നു, അതിൽ 5ാമത്തെ ഓപ്ഷനിൽ എനിക്ക് ഫസ്റ്റ് അലോട്ട്മെൻറ്റ് കിട്ടി. ഞാൻ അവിടെ ഒന്നുകിൽ ടെമ്പററി അല്ലെങ്കിൽ പെർമനൻ്റ് ആയിട്ട് അഡ്മിഷൻ നേടിയിട്ടുണ്ടായിരുന്നു. അതിനുശേഷം സെക്കൻഡ് അലോട്ട്മെൻറ്റ് പരിശോധിച്ച സമയത്ത് നോ ചേഞ്ച് ഇൻ യുവർ അലോട്ടഡ് ഓപ്ഷൻ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതായത് എനിക്ക് കിട്ടിയുള്ള 5ാമത്തെ ഓപ്ഷനിൽ പ്രത്യേകിച്ച് യാതൊരു ചേഞ്ചും വന്നിട്ടില്ല എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇങ്ങനെയുള്ള വിദ്യാർത്ഥികൾ പ്രത്യേകിച്ച് ഒന്നും ചെയ്യേണ്ടതില്ല, അടുത്ത അലോട്ട്മെൻറ്റിനായിട്ട് വെയിറ്റ് ചെയ്യുക എന്നുള്ളത് മാത്രമാണ് ചെയ്യേണ്ടതായിട്ടുള്ളൂ. അതുപോലെ തന്നെ ഈ ഒരു സെക്കൻഡ് അലോട്ട്മെൻറ്റിൻ്റെ കാര്യമാണ് പറയുന്നത്. അപ്പോൾ സെക്കൻഡ് അലോട്ട്മെൻറ്റ് ആയതുകൊണ്ട് തന്നെ പ്രത്യേകിച്ച് നിങ്ങൾ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല, നോ ചേഞ്ചസ് ഇൻ യുവർ അലോട്ടഡ് ഓപ്ഷൻ എന്നാണെങ്കിൽ. ഇനി അടുത്തതായിട്ടുള്ളത് കൺഗ്രാജുലേഷൻസ് യു ഗോട്ട് അലോട്ടഡ് ഇൻ, അതായത് യു ഗോട്ട് അലോട്ട്മെൻറ്റ് ഇൻ ഹയർ ഓപ്ഷൻ എന്ന് പറഞ്ഞുകൊണ്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതെന്താണെന്ന് നോക്കാം. കൺഗ്രാജുലേഷൻ യു ഹാവ് ഗോട്ട് അലോട്ട്മെൻറ്റ് ഇൻ ഹയർ ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ എനിക്കിപ്പോൾ ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ അലോട്ട്മെൻറ്റ് കിട്ടിയത് 5ാമത്തെ ഓപ്ഷനാണെന്ന് വിചാരിക്കാം. അപ്പോൾ ഞാനിവിടെ ഫസ്റ്റ് അലോട്ട്മെൻറ്റ് കിട്ടിയ സമയത്ത് ടെമ്പററി അഡ്മിഷൻ നേടിയിട്ടുണ്ടായിരുന്നു എന്ന് വിചാരിക്കാം. അപ്പോൾ എനിക്കിപ്പോൾ ഇങ്ങനെ കൺഗ്രാജുലേഷൻ യു ഹാവ് ഗോട്ട് അലോട്ട്മെൻറ്റ് ഇൻ ഹയർ ഓപ്ഷൻ എന്നാണ് പറഞ്ഞിട്ടുള്ളതെങ്കിൽ എനിക്ക് ഇതിന് മുകളിലുള്ള മറ്റേതെങ്കിലും ഓപ്ഷനിലേക്ക് അലോട്ട്മെൻറ്റ് കിട്ടി എന്നാണ് അതിൻ്റെ അർത്ഥം എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു സമയത്ത് നിങ്ങൾ ചെയ്യേണ്ടത് ആ ഒരു ലിങ്ക്സ് എന്നുള്ള ഭാഗത്ത് അലോട്ട്മെൻറ്റ് റിസൾട്ടിൻ്റെ ആ ഒരു ലിങ്ക് ഉണ്ടാവും, അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏത് സ്കൂളിൽ ഏത് കോഴ്സിലാണ് പുതുതായിട്ട് അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുള്ളത് എന്നത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് മനസ്സിലായിട്ടുണ്ടാകുമെന്ന് കരുതുന്നു. അപ്പോൾ ഒന്നുകൂടി ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞു തരാം. സ്റ്റാറ്റസ് ഓഫ് അലോട്ട്മെൻറ്റ് എന്നുള്ളിടത്ത് സോറി യു ഹാവ് നോ അലോട്ട്മെൻറ്റ് എന്നാണ് കാണുന്നതെങ്കിൽ, അതായത് ഇതുപോലെ സോറി യു ഹാവ് നോ അലോട്ട്മെൻറ്റ് എന്നാണ് കാണുന്നതെങ്കിൽ നിങ്ങൾക്ക് അതുവരെ ആയിട്ടുള്ള അലോട്ട്മെൻറ്റുകളിൽ അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടില്ല എന്നുള്ളത് മനസ്സിലാക്കാം. അപ്പോൾ അങ്ങനെയുള്ള വിദ്യാർത്ഥികൾ അടുത്ത അലോട്ട്മെൻറ്റിനായിട്ട് വെയിറ്റ് ചെയ്യുക. ഇനി അടുത്തതായിട്ടുള്ളത് സ്റ്റാറ്റസ് ഓഫ് അലോട്ട്മെൻറ്റ് കൺഗ്രാജുലേഷൻസ് യു ഹാവ് ഗോട്ട് അലോട്ട്മെൻറ്റ് എന്നാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുള്ള വിദ്യാർത്ഥികൾ അലോട്ട്മെൻറ്റ് ലഭിച്ച സ്കൂളിൽ പോയിട്ട് ഒന്നുകിൽ ടെമ്പററിയോ അല്ലെങ്കിൽ പെർമനൻറ്റോ ആയിട്ട് അഡ്മിഷൻ നേടുക എന്നുള്ളതാണ് ഇതിൻ്റെ അർത്ഥം. ഇനി അടുത്തതായിട്ടുള്ളത് നോ ചേഞ്ച് ഇൻ യുവർ അലോട്ടഡ് ഓപ്ഷൻ എന്നാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ അല്ലെങ്കിൽ മുമ്പത്തെ അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുണ്ട്, എന്നാൽ സെക്കൻഡ് അലോട്ട്മെൻറ്റിൽ നിങ്ങളുടെ ഓപ്ഷൻ മാറിയിട്ടില്ല, അതായത് പുതിയ ഓപ്ഷനിലേക്ക് അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടില്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾ പ്രത്യേകിച്ച് ഒന്നും ചെയ്യേണ്ടതില്ല. നിങ്ങൾക്ക് ആദ്യം കിട്ടിയിട്ടുള്ള ആ ഒരു സീറ്റിൽ നിങ്ങൾ ഇപ്പോൾ ഒരു ഉദാഹരണത്തിന് എനിക്കിപ്പോൾ 5ാമത്തെ ഓപ്ഷനാണ് കിട്ടിയതെങ്കിൽ ഞാനവിടെ ടെമ്പററി അഡ്മിഷനാണ് നേടിയിട്ടുള്ളതെങ്കിൽ എനിക്കവിടെ വേണമെങ്കിൽ പോയിട്ട് പെർമനൻറ്റ് അഡ്മിഷൻ ആക്കാം. ഇനി അതല്ലെങ്കിൽ എനിക്കിപ്പോൾ അടുത്ത അലോട്ട്മെൻറ്റ് ഇപ്പോൾ തേർഡ് അലോട്ട്മെൻറ്റ് ഉള്ളത് കൊണ്ട് തന്നെ എനിക്ക് തേർഡ് അലോട്ട്മെൻറ്റിനായിട്ട് വെയിറ്റ് ചെയ്യാം. തേർഡ് അലോട്ട്മെൻറ്റിന് വെയിറ്റ് ചെയ്യുകയാണെങ്കിൽ ഞാൻ പ്രത്യേകിച്ച് സ്കൂളിൽ പോകേണ്ട ആവശ്യമൊന്നുമില്ല. ഇനി
അടുത്തതായിട്ടുള്ളത് കൺഗ്രാജുലേഷൻ യു ഹാവ് ഗോട്ട് അലോട്ട്മെൻറ്റ് ഇൻ ഹയർ ഓപ്ഷൻ എന്നാണെങ്കിൽ എനിക്ക് ഹയർ ഓപ്ഷനിലേക്ക് അലോട്ട്മെൻറ്റ് കിട്ടി എന്നാണ് അതിനർത്ഥം. അതായത് എനിക്ക് ഹയർ ഓപ്ഷനിലേക്ക് അലോട്ട്മെൻറ്റ് കിട്ടിയത് കൊണ്ട് തന്നെ ഞാൻ സ്കൂളിൽ പോയിട്ട് ടെമ്പററി ആയിട്ടോ അതല്ലെങ്കിൽ പെർമനൻ്റ് ആയിട്ടോ പുതുതായിട്ട് കിട്ടിയ ആ ഒരു ഓപ്ഷനിൽ പോയിട്ട് അഡ്മിഷൻ എടുക്കണമെന്നാണ് അതിൻ്റെ അർത്ഥം. അതായത് നിങ്ങൾക്ക് ചിലപ്പോൾ സ്കൂൾ മാറിയിട്ടുണ്ടാകും, ചിലപ്പോൾ സ്കൂൾ മാറാതെ കോഴ്സ് മാത്രം മാറിയിട്ടുണ്ടാകും. അപ്പോൾ അത് കൃത്യമായിട്ട് നിങ്ങൾ ഈ ഒരു രീതിയിലാണ് കാണുന്നതെങ്കിൽ നിങ്ങൾ പരിശോധിച്ച് അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുണ്ടോ എന്നുള്ളതല്ല, നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുണ്ട് എന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ എനിക്കിപ്പോൾ ഒരു 5ാമത്തെ ഓപ്ഷനാണ് അലോട്ട്മെൻറ്റ് കിട്ടിയത്. ഞാനവിടെ ടെമ്പററി ആയിട്ടാണ് അഡ്മിഷൻ നേടിയത്. ഇങ്ങനെയാണ് കൺഗ്രാജുലേഷൻ യു ഹാവ് ഗോട്ട് അലോട്ട്മെൻറ്റ് ഇൻ ഹയർ ഓപ്ഷൻ എന്നാണ് പറഞ്ഞിട്ടുള്ളതെങ്കിൽ എനിക്ക് എവിടെയെങ്കിലും അലോട്ട്മെൻറ്റ് കിട്ടിയെന്ന് മനസ്സിലാക്കാം. അപ്പോൾ സെയിം സ്കൂളിൽ തന്നെ മറ്റൊരു കോഴ്സിലേക്കാണ് കിട്ടിയതെങ്കിൽ ഞാൻ അവിടെ വീണ്ടും പോയിട്ട് ടെമ്പററി അഡ്മിഷനോ അല്ലെങ്കിൽ പെർമനൻറ്റ് അഡ്മിഷനോ എടുക്കും. എനിക്കിപ്പോൾ മറ്റൊരു സ്കൂളിലേക്കാണ് അലോട്ട്മെൻറ്റ് കിട്ടിയതെങ്കിൽ ആദ്യം അലോട്ട്മെൻറ്റ് ലഭിച്ച സ്കൂളിൽ നിന്നുള്ള ഡോക്യുമെൻറ്റ്സ് ഒക്കെ തിരിച്ചു വാങ്ങി പുതുതായിട്ട് അലോട്ട്മെൻറ്റ് കിട്ടിയ സ്കൂളിൽ പോയിട്ട് അഡ്മിഷൻ നേടുകയാണ് ചെയ്യുക. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം, നിങ്ങളുടെ അലോട്ട്മെൻറ്റ് സ്റ്റാറ്റസ് എന്ന് പറഞ്ഞുകൊണ്ട് കാണിക്കുന്നത് കൺഗ്രാജുലേഷൻസ് എന്ന് പറഞ്ഞുകൊണ്ട് കാണിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സെക്കൻഡ് അലോട്ട്മെൻറ്റ് കിട്ടിയെന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ സെക്കൻഡ് അലോട്ട്മെൻറ്റ് റിസൾട്ട് എന്നുള്ള ലിങ്കിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് വ്യൂ അലോട്ട്മെൻറ്റ് ലെറ്റർ എന്നുള്ളൊരു ഓപ്ഷൻ കാണാം. അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ അലോട്ട്മെൻറ്റ് ലെറ്റർ കിട്ടുന്നതാണ്. അപ്പോൾ ആ ഒരു അലോട്ട്മെൻറ്റ് ലെറ്ററും എടുത്തുകൊണ്ട് വിദ്യാർത്ഥികൾ അലോട്ട്മെൻറ്റ് ലഭിച്ച സ്കൂളിൽ നിർബന്ധമായിട്ടും പോയിട്ട് ഒന്നുകിൽ ടെമ്പററി അഡ്മിഷൻ എടുക്കുക അല്ലെങ്കിൽ പെർമനൻറ്റ് അഡ്മിഷൻ എടുക്കുക. നിങ്ങൾക്ക് സെക്കൻഡ് അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുണ്ടെങ്കിൽ ഇന്ന് വൈകുന്നേരം ഹയർ സെക്കൻഡറി ഭാഗമാണ്, ഇന്ന് വൈകുന്നേരം ഒരു 5 മണിക്ക് മുമ്പായിട്ട് അഡ്മിഷൻ നേടുക. വൊക്കേഷണൽ ഹയർ സെക്കൻഡറി ആണെങ്കിൽ ഇന്ന് വൈകുന്നേരം 4 മണിക്ക് മുമ്പായിട്ട് നിങ്ങൾ അഡ്മിഷൻ നേടുക. അപ്പോൾ നിങ്ങൾക്ക് എന്താണ് ഈ ഒരു സോറി യു ഹാവ് നോ അലോട്ട്മെൻറ്റ്, അതുപോലെ കൺഗ്രാജുലേഷൻ യു ഹാവ് ഗോട്ട് അലോട്ട്മെൻറ്റ്, അതുപോലെ നോ ചേഞ്ച് ഇൻ യുവർ അലോട്ടഡ് ഓപ്ഷൻ, അതുപോലെ തന്നെ കൺഗ്രാജുലേഷൻ യു ഹാവ് ഗോട്ട് അലോട്ട്മെൻറ്റ് ഇൻ ഹയർ ഓപ്ഷൻ എന്നിങ്ങനെ പറഞ്ഞുകൊണ്ട് നൽകിയിട്ടുള്ളത് എന്താണ് എന്നുള്ള കാര്യം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകുമെന്ന് കരുതുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു സോറി യു ഹാവ് നോ അലോട്ട്മെൻറ്റ് വെയിറ്റ് ഫോർ നെക്സ്റ്റ് അലോട്ട്മെൻറ്റ് എന്നാണെങ്കിൽ അതിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് നിങ്ങൾക്കിപ്പോൾ അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടില്ല, നിങ്ങൾ അടുത്ത അലോട്ട്മെൻറ്റിനായിട്ട് കാത്തിരിക്കുക എന്നുള്ളത് ആണ് അതിൻ്റെ അർത്ഥം എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.